കൂട്ടുകാരെ, നമ്മൾ 34/2023 ബൗക്കോ LD ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു വരികയല്ലേ. 3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു, 15 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇന്ന് 4ാമത്തെ ഭാഗമാണ്. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കാം. അപ്പം നേരെ ക്ലാസ്സിലേക്ക് വരൂ. ചോദ്യം 16. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതിലേതാണ് ശരിയെന്ന് നോക്കാം. അതിനു മുമ്പ് കാർഷിക വിളകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദിക്കാറുണ്ട് PSC കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന, ബാർലി റഷ്യ, കാപ്പിയും കരിമ്പും ബ്രസീൽ, കുരുമുളക് വിയറ്റ്നാം, നാളികേരം ഇന്തോനേഷ്യ, റബ്ബർ തായ്ലാൻഡ്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ കൂടെ പറഞ്ഞു നോക്കൂ. മുന്തിരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന, ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് റഷ്യ, കാപ്പിയും കരിമ്പും ബ്രസീൽ, കുരുമുളക് വിയറ്റ്നാം, നാളികേരം ഇന്തോനേഷ്യ, റബ്ബർ തായ്ലാൻഡ്. റബ്ബറൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, കാപ്പി ചോദിക്കാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് അമേരിക്കയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനം അമേരിക്ക. എന്നാൽ അറിയാമോ കൂട്ടുകാരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനം രാജസ്ഥാനാണ്. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന്. ശരിയാണോ കൂട്ടുകാരെ? നിങ്ങൾ പറയൂ. 2ാമത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇവിടെ ഓപ്ഷൻ 1 ശരിയാണ്, 2ാമത്തത് ശരിയല്ല അല്ലേ. ഓപ്ഷൻ A ആണ് ഉത്തരമായി വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ പറയൂ കൂട്ടുകാരെ, സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്കത് ഓർമ്മ നിൽക്കും, അതുകൊണ്ടാണ് പറയുന്നത്. കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നോക്കൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതൂ. അടുത്ത ചോദ്യം 17. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തി ഉത്തരം നൽകുക. മയൂർഖഞ്ച്, കോലാർ, റാണിഖഞ്ച്, മലഞ്ച്ഗഞ്ച്. ഇതൊക്കെ എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഖനികളാണെന്നാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. നോക്കാം. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഖനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യം കൽക്കരി ഖനി നോക്കാം. ഝാരിയ, ധൻബാദ്, ബൊക്കാറോ ജാർഖണ്ഡാണ്. ഝാരിയ, ധൻബാദ്, ബൊക്കാറോ ജാർഖണ്ഡ്. റാണിഗഞ്ച്, ചൈനാകുരി പശ്ചിമ ബംഗാൾ. കോർബ, സോൺഹട്ട് ഛത്തീസ്ഗഡ്. താൽച്ചർ, ജാർസുഗുഡ ഒഡീഷ. ഇതെല്ലാം കൽക്കരി ഖനിയാണ്. ഇതിലെപ്പോഴും ചോദിക്കാറ് താൽച്ചർ എവിടെയാണ് ചോദിക്കാറുണ്ട്, ജാർസുഗുഡ ചോദിക്കാറുണ്ട്, കോർബ, റാണിഗഞ്ച് ചോദിക്കാറുണ്ട്, ഝാരിയ, ധൻബാദ് ചോദിക്കാറുണ്ട്, ബൊക്കാറോ ചോദിക്കാറുണ്ട്. സ്ഥലം നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. കൽക്കരി ഖനിയാണെന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ താൽച്ചർ, ജാർസുഗുഡ ഒഡീഷ, കോർബ ഛത്തീസ്ഗഡ്, റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ, ഝാരിയ ജാർഖണ്ഡ്, ധൻബാദ് ജാർഖണ്ഡ്, ബൊക്കാറോ ജാർഖണ്ഡ്. എല്ലാം കൽക്കരി ഖനിയാണ്. ഇനി ചെമ്പ് ഖനി ഏതൊക്കെയാണ്? മലഞ്ച്ഗഞ്ച്,
മധ്യപ്രദേശിൽ. ഖേത്രി രാജസ്ഥാൻ, കോലിഹാൻ രാജസ്ഥാൻ. മലഞ്ച്കണ്ട് മധ്യപ്രദേശ്, ഖേത്രി രാജസ്ഥാൻ, കോലിഹാൻ രാജസ്ഥാൻ. ചെമ്പുകനികൾ. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഹട്ടി, കോലാർ സ്വർണ്ണഖനികൾ കർണാടകയിലാണ്. അപ്പോൾ കോലാർ സ്വർണ്ണഖനി, ഹട്ടി സ്വർണ്ണഖനി കർണാടക. ഇരുമ്പ് ഖനികൾ കുദ്രേമുഖ് കർണാടകയാണ്. രത്നഗിരി മഹാരാഷ്ട്ര, ബൈലാഡിയ ഛത്തീസ്ഗഡ്, സുന്ദർഗഡ് ഒഡീഷ, മയൂർഭഞ്ച് ഒഡീഷ. എന്തൊക്കെയാണ്? കുദ്രേമുഖ് കർണാടക, രത്നഗിരി മഹാരാഷ്ട്ര, മയൂർഭഞ്ച് ഒഡീഷ. അത്രയെങ്കിലും പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ മയൂർഭഞ്ച് എന്ത് ഖനിയായിരുന്നു? ഇരുമ്പ് ഖനി. കോലാർ സ്വർണ്ണഖനി എവിടെയാണ്, ഏത് സംസ്ഥാനമാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? കോലാർ സ്വർണ്ണഖനി കർണാടകയിലാണ്. റാണിഗഞ്ച് എന്ത് ഖനിയാണ്? കൽക്കരി ഖനി. മലഞ്ച്കണ്ട് ചെമ്പ് ഖനിയാണല്ലേ. ഖേത്രി ഖനി എന്ത് ഖനിയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. 18ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നു. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുന്നു. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മൂന്നും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പം ഓപ്ഷൻ ഡി 3 ശരിയാണ്. എന്തൊക്കെയാണ് ശരി? സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. 19. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏതാണ് ശരിയെന്ന് നോക്കാം. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് രൂപീകരിച്ചതാണ് ആസൂത്രണ കമ്മീഷൻ. എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ. സാമ്പത്തിക വളർച്ചയ്ക്കും ആധുനികവൽക്കരണത്തിനും സ്വാശ്രയത്തിനും സമത്വത്തിനും വേണ്ടിയാണ് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും നടപ്പിലാക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ സമത്വത്തിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. എന്നാണ് രൂപീകരിച്ചത്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഹെഡ് ജവഹർലാൽ നെഹ്റു ആണ്. 2014 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ ശേഷം ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അവസാനത്തെ ഹെഡായിരുന്നു നരേന്ദ്രമോദി. നമ്മൾ പറഞ്ഞു ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, അവസാനത്തെ നരേന്ദ്രമോദി.
എന്നാൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാറിലാൽ നന്ദ. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അൽവാലിയാണ്. മൊണ്ടേക് സിംഗ് അൽവാലിയ. ആസൂത്രണ കമ്മീഷൻ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു. എന്നാൽ അറിയാമോ കൂട്ടുകാരെ, കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണെന്ന്? 1967 കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ അധ്യക്ഷനും മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പിണറായി വിജയൻ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനാണ്. കറണ്ട് അഫയേഴ്സാണ്, നോക്കി വെക്കണം. VK രാമചന്ദ്രൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷനിൽ അംഗമാകുന്ന ഒരു ട്രാൻസ്ജെൻഡർ, ആ പദവി നേടിയത് നർത്തകി നടരാജനാണ്. തമിഴ്നാട്ട് ആസൂത്രണ കമ്മീഷനിലാണ് നർത്തകി നടരാജൻ അംഗമായത്. അപ്പം നമ്മളുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഭരണഘടനാ സ്ഥാപനം ആവണമെങ്കിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പ്രകാരം മെൻഷൻ ചെയ്തിരിക്കണം. ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ശരിയാണ്. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. കൂട്ടുകാർക്ക് പറഞ്ഞ എക്സ്ട്രാ പോയിൻറ്റ്സ് ഓർമ്മയുണ്ടല്ലോ? എന്നാൽ പറയൂ, കമൻറ്റ് ബോക്സിൽ പറയൂ, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആരാണ്? കമൻറ്റ് ബോക്സിൽ എഴുതൂ. 20ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് വായിക്കാം. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് 3 ശരി. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പഠിച്ചത് 2023 നടന്ന ബെവ്കോ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങളും കൂടിയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നില്ല. കുറച്ച് നല്ല ചോദ്യങ്ങളും കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും ഓർത്ത് വെക്കാൻ ഉണ്ട്. ബെവ്കോ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഉടനെ ക്ലാസ്സുമായി വരാം. എല്ലാവരും സന്തോഷത്തോടു കൂടി പഠിക്കുക. See you.